ആരും കാണാത്ത മലഞ്ചെരുവിൽ ഒറ്റപ്പെട്ടു പോയ ഏതെങ്കിലും മനുഷ്യരെ പറ്റിയല്ല പറഞ്ഞു വരുന്നത്. കാസർഗോഡ് നഗരത്തിൽ നിന്ന് വിളി കേൾക്കാൻ മാത്രം അരികിലുള്ള കൊട്ടാരങ്ങൾക്കും കെട്ടിടങ്ങൾക്കും കുറവില്ലാത്ത നായന്മാർ മൂലയിലെ ബഷീറിന്റെ കഥ നിങ്ങൾ കേൾക്കുക തന്നെ വേണം. നാട്ടിലെ പാവങ്ങളൊക്കെ തീർന്നുവെന്നും മലയോരങ്ങളിൽ റിലീഫ് ചെയ്യുന്നതാണ് പുതിയ ഫാഷനെന്നും ധരിച്ചുവെച്ച ന്യൂ ജനറേഷന്റെ ശ്രദ്ധയെ അവിശ്വസനീയമായ കാഴ്ചകൾ കാണാൻ ക്ഷണിക്കുകയാണ്. ഈ പുരാതന കെട്ടിടത്തെയും അതിനുള്ളിൽ കഴിയുന്ന മനുഷ്യജീവികളെയും ഒരു ഉൾക്കിടിലത്തോടെയല്ലാതെ നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഒറ്റനോട്ടത്തിൽ ഈ വീട് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുവെങ്കിൽ അകത്ത് കയറിയാൽ ആരും കരയുക തന്നെ ചെയ്യും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുള്ള അവളുടെ ഉമ്മയുള്ള ഈ വീടിന് 2 വശത്ത് വാതിലുകളില്ല. സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ആശങ്കപ്പെടും മുമ്പ് മറ്റൊന്നുകൂടി കാണുക. ഇവർക്ക് മുകളിലുള്ളത് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ചുമരും മേൽക്കൂരയുമാണ്. എണ്ണിത്തിട്ടപ്പെടുത്താൻ കൈവിരലുകളെ തോൽപ്പിക്കുന്ന വിടവുകൾ പൊട്ടിപ്പൊളിഞ്ഞ ഓടുകൾക്കിടയിൽ തെളിഞ്ഞു കാണാം. ഞങ്ങൾ പോയ ദിവസം വൈകുന്നേരം വീടിനകത്തും പുറത്തും ഒരുപോലെ മഴ പെയ്യുകയായിരുന്നു. ടാർപോളിനും ഫ്ലെക്സ് ഷീറ്റുകളും തോറ്റു തുന്നം പാടുമ്പോൾ കണ്ണുനീരും മഴത്തുള്ളികളും ചേർന്ന് ഒന്നായിത്തീരുന്ന സങ്കട കാഴ്ചകളാണിവിടെ. അടുക്കളയിൽ നിരത്തിവെച്ചിരിക്കുന്ന ഈ പാത്രങ്ങളിലൊക്കെ മേൽക്കൂരയിൽ നിന്ന് ഇട്ടുവീഴുന്ന മഴവെള്ളമാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? വീടിനെപ്പറ്റി അറിഞ്ഞതൊക്കെ നിസ്സാരമാണ്. നിങ്ങൾ ഈ വീട്ടുകാരന്റെ അനുഭവം കേൾക്കാൻ തുടങ്ങിയാൽ 30 വയസ്സെന്ന ജീവിതത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ 2 കാൽപാദങ്ങളും മുറിച്ചു മാറ്റേണ്ടി വന്ന ഒരു മനുഷ്യന്റെ നിർഭാഗ്യത്തെ വിശേഷിപ്പിക്കാൻ നിങ്ങളുടെ ശബ്ദധാരാവലിയിൽ വാക്കുകളുണ്ടോ? അതിനുശേഷം കഴിഞ്ഞ 12 വർഷങ്ങളായി തന്നെ മാത്രം പ്രതീക്ഷിച്ചു കഴിയുന്ന ഭാര്യയ്ക്കും മക്കൾക്കുമിടയിൽ ജീവനോട് ക്രൂശിക്കപ്പെട്ട അവസ്ഥയേക്കാൾ വലിയ എന്ത് വേദനയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? അപൂർവ രോഗം വന്ന് 2 കാലുകളും നഷ്ടപ്പെട്ട 1 വർഷത്തിനുള്ളിൽ കൈവിരലുകളും അറുത്തുമുറിക്കേണ്ടി വന്ന ബഷീർ എന്ന മനുഷ്യൻ ഇപ്പോഴും നായന്മാർ മൂലയിലെ വീട്ടിലുണ്ട്. 12 വർഷങ്ങളായി വീടും ആശുപത്രി മുറിയും മാത്രമാണ് ഈ മനുഷ്യന്റെ ജീവിതം. കുടുംബത്തിന് താങ്ങാവേണ്ട നല്ല പ്രായത്തിലാണ് ജീവിതത്തിൽ നിന്ന് അയാൾ തെന്നി വീണത്. അതിനുശേഷം ഇവിടെ ആരും ഉള്ളു തുറന്ന് തിരിച്ചിട്ടില്ല. തുടയിൽ നിന്ന് തൊലിയെടുത്ത് മുറിവിൽ വെക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അത് അടർന്നു വീണു. കാൽപാദത്തിൽ വ്രണം വരാൻ തുടങ്ങിയപ്പോൾ പിന്നെയും അത് തന്നെ ആവർത്തിച്ചു. പ്രമേഹമായിരുന്നു ഇത്തവണ വില്ലൻ വേഷത്തിലെത്തിയത്. ബഷീറിന്റെ 2 തുടകളിലെയും തൊലി മുഴുവൻ ഇങ്ങനെ ചുരന്നെടുത്ത് തീർന്നു കഴിഞ്ഞു. കണ്ട കാഴ്ചകൾ തന്നെ ഉൾക്കൊള്ളാനാവാത്ത നിങ്ങളിലേക്ക് ഇങ്ങനെയാണ് ആ ദൃശ്യങ്ങൾ കൂടി പകർത്തിവെക്കേണ്ടത്. ദിവസങ്ങൾ കഴിയുന്തോറും വേദന കൂടിക്കൂടി വരികയാണ്. മുറിച്ച ഭാഗത്തു നിന്ന് ഇപ്പോഴും രക്തം പൊട്ടിയൊലിക്കുന്നു. കഴിഞ്ഞ 6 വർഷങ്ങളായി ശരിക്കൊന്നുറങ്ങാൻ കഴിയാത്ത അസഹനീയമായ നോവുകൾക്കിടയിലും ചിരിക്കാൻ ശ്രമിക്കുന്ന ബഷീറിനെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ പറയണം, ജീവിതത്തിൽ നാം എന്ത് കഷ്ടതയാണ് അറിഞ്ഞിട്ടുള്ളത്? എന്തിനാണ് അഹങ്കാരത്തോടെ നമ്മൾ ചിരിക്കാൻ മടിക്കുന്നത്? ഈ വേദനകൾക്കിടയിൽ ആശ്വസിക്കാവുന്ന ഒരു രംഗം പോലും ബഷീറിന് ചുറ്റുമില്ല. ഭർത്താവ് രോഗക്കിടക്കയിലായതോടെ ഹസീന ബീഡി തെറുക്കാനും വീട്ടുജോലിക്കും പോയി തുടങ്ങി. ആ വരുമാനം കൊണ്ടുവേണം 5 പേർക്ക് വിശപ്പടക്കാനും ബഷീറിന് മരുന്ന് വാങ്ങാനും. ഭാഗ്യത്തിന് ഇവർക്ക് കറണ്ട് ബില്ലൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഇരുട്ടുമുറിയിൽ ഇതുവരെ വൈദ്യുതി ലഭിച്ചിട്ടില്ലല്ലോ. മറ്റൊരു കാര്യം കൂടി ഇതിനിടയിൽ പറയാൻ വിട്ടുപോയി. 14 വർഷങ്ങളായി ഇവർ ജീവിക്കുന്ന ഈ വീടും സ്ഥലവും ഇവരുടെ സ്വന്തമല്ല. വാടക വാങ്ങാറില്ലെങ്കിലും വീട്ടുടമ ഒഴിയാൻ പറഞ്ഞാൽ 7 നിമിഷവും ഇറങ്ങേണ്ടി വരും. പക്ഷെ ഇങ്ങോട്ട് പോകും. ബഷീറിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതായിട്ട് കാലം കുറച്ചായല്ലോ. മഴയും കാറ്റും ഒന്നിച്ചു വരുന്ന നേരം ഈ വീടിനകത്ത് നിൽക്കുന്നത് ഏത് മനുഷ്യനെയും പേടിപ്പെടുത്തും. അങ്ങനെയുള്ള എത്രയോ രാത്രികളിൽ ഇവർ അയൽ വീടുകളിൽ അഭയം തേടിപ്പോയിട്ടുണ്ട്. കഴിഞ്ഞ മഴക്കാലത്താണ് മേൽക്കൂരയിൽ നിന്നും അടർന്നു വീണ ഓട് ഹസീനയുടെ തലയിൽ പതിച്ചത്. 16 സ്റ്റിച്ചുകളുമായി 1 മാസക്കാലമാണ് അവർ സർക്കാർ ആശുപത്രിയിൽ കഴിഞ്ഞത്. ഇങ്ങനെ പറഞ്ഞു തന്നാലാണ് ഈ മനുഷ്യരുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. ജീവിതത്തിന്റെ തിരിച്ചടികളിൽപ്പെട്ട് മനസ്സ് പതറിപ്പോയ നിമിഷങ്ങളിൽ ആത്മഹത്യയെക്കുറിച്ച് പോലും ബഷീർ ആലോചിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്നും താഴേക്ക് ചാടട്ടെയെന്നും ഭാര്യയോട് ഒരു ദിവസം അയാൾ ചോദിച്ചു. അള്ളാഹുവിനോർത്ത് ആ നേരങ്ങളിലൊക്കെ പിടിച്ചു നിന്നതാണ്. അവസ്ഥയറിഞ്ഞ ചുറ്റുമുള്ളവർ തന്നത് വാങ്ങിച്ചതല്ലാതെ ഇന്നേ വരെ ബഷീർ ആർക്കു മുന്നിലും കൈകൾ നീട്ടിയിട്ടില്ല. സങ്കടങ്ങൾ വിളിച്ചു പറഞ്ഞ് സഹതാപം നേടാൻ ശ്രമിച്ചിട്ടില്ല. TV ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിൽക്കേണ്ട ഇങ്ങനെ ഒരവസ്ഥ പോലും സങ്കല്പത്തിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇയാൾക്ക് മുന്നിലെ വഴികളെല്ലാം അടയുകയാണ്. പ്രീമിയർ ലീഗിന് വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് പൊട്ടിച്ചു കളയാൻ നമ്മുടെ കയ്യിൽ ലക്ഷങ്ങളുണ്ട്. സമ്മേളനങ്ങൾക്കും ആർഭാടങ്ങൾക്കും സമുദായത്തിലൊട്ടും കുറവില്ല. ഏതോ പരസ്യക്കാർ ഉപേക്ഷിച്ചു പോയ ഫ്ലക്സ് അടുത്ത മഴയെ പ്രതിരോധിക്കാൻ പുറത്തെ ആയയിൽ വസ്ത്രങ്ങളോടൊപ്പം തൂക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ടും നഗരമധ്യത്തിൽ നായന്മാർ മൂലയിലെ ബഷീർ എന്ന മനുഷ്യന്റെ ദുരന്തപൂർണമായ ജീവിതം മാത്രം ആരും കാണുന്നില്ല. ഇവരെ മടിയത്ത് നിർത്തി നമുക്കെങ്ങനെയാണ് ഇത്തവണ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുക? ക്യാമറമാൻ നാസർ മാനിയോടൊപ്പം ഖയ്യൂം മാന്യ, ഈ വിഷൻ ന്യൂസ്.